കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ ഒരു കുടുംബം തലനാരി ഇഴയ്ക്കാണ് വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഒരു വീടിനുള്ളിൽ നിന്ന് ഒരേ ദിവസം തന്നെ 5 വിഷപ്പാമ്പുകളെ കണ്ടെത്തിയ വാർത്ത നാടിനെയാകെ നടുക്കിയിരിക്കുകയാണ്. കുറ്റ്യാടി കാപ്പുമ്മൽ രമേശന്റെ വീട്ടിലാണ് ഈ ഭീതി മറത്തുന്ന സംഭവം ഉണ്ടായത്. വീട്ടിലെ മുറിക്കുള്ളിൽ വെച്ചാണ് 5 ശംഖുവരയൻ പാമ്പുകളെ പിടികൂടിയത്. കുട്ടികൾ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന വിരിപ്പിന് സമീപത്ത് നിന്നാണ് ഇത്രയധികം പാമ്പുകളെ കണ്ടെത്തിയതെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പാമ്പുകളെ കണ്ട ഉടൻ തന്നെ വീട്ടുകാർ ജാഗ്രത പാലിച്ചതിനാൽ വലിയൊരു അപകടം ഒഴിവായി. ജനവാസ മേഖലയിലെ ഒരു വീട്ടിനുള്ളിൽ ഇത്രയധികം ശംഖുവരയൻ പാമ്പുകൾ ഒന്നിച്ച് കാണപ്പെട്ടത് നാട്ടുകാരെ ആകെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. വേനൽക്കാലത്ത് പാമ്പുകൾ തണുപ്പ് തേടി വീടിനുള്ളിലേക്ക് കയറാൻ സാധ്യതയുള്ളതിനാൽ പരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്നും വിള്ളലുകൾ അടയ്ക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. കുറ്റ്യാടിയിലെ സംഭവത്തിന് പിന്നാലെ ജില്ലയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും സമാനമായ വാർത്തകൾ പുറത്തു വന്നത് ആരോഗ്യ വകുപ്പിനെയും പൊതുജനങ്ങളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. വീടിനുള്ളിൽ പോലും സുരക്ഷിതമല്ലെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പേരാമ്പ്ര കണ്ണിപ്പൊയ്കയിൽ ബാത്റൂമിൽ വെച്ചാണ് അഞ്ജലി എന്ന യുവതിക്ക് പാമ്പ് കടിയേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചതിനാൽ യുവതി അപകടനില തരണം ചെയ്തതായി കുടുംബാംഗങ്ങൾ അറിയിച്ചു. പൂനൂർ സ്വദേശിയായ 22-കാരൻ മുഹമ്മദ് അൻസറിന് ഇന്ന് പുലർച്ചെയാണ് പാമ്പ് കടിയേറ്റത്. ഉറങ്ങിക്കിടക്കുന്നതിനിടെ കിടക്കയിൽ വെച്ചാണ് പാമ്പ് കടിച്ചത്. ശരീരം പരിശോധിച്ചപ്പോൾ കടിയേറ്റ പാടുകൾ കണ്ടതിനെ തുടർന്ന് ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഈ കേസുകളിലെല്ലാം തന്നെ കടിച്ച പാമ്പ് ശംഖുവരയനാണെന്നാണ് പ്രാഥമിക നിഗമനം. കണ്ണൂർ പട്ടുവത്തും വയോധികയ്ക്ക് പാമ്പ് കടിയേറ്റു. കാവുങ്കലിലെ നാരായണി എന്ന വയോധിക ശംഖുവരയന്റെ കടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പാമ്പുകടി കേസുകൾ വർദ്ധിച്ചതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങളും ആന്റിവെനം സ്റ്റോക്കും ഉറപ്പിക്കാൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പാമ്പുകടി കേസുകൾ വർദ്ധിക്കുമ്പോൾ അയൽ ജില്ലയായ കണ്ണൂരിലും ഇടുക്കിയിലും പാമ്പുകടിയേറ്റ് ജീവൻ നഷ്ടമായത് വലിയ നടുക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അശ്രദ്ധയല്ല, മറിച്ച് പലപ്പോഴും തിരിച്ചറിയാൻ വൈകുന്നതാണ് മരണകാരണമാകുന്നത്. കണ്ണൂർ പാട്ടുവത്ത് പാമ്പുകടിക്ക് ചികിത്സയിലായിരുന്ന മുതുകുട സ്വദേശി നഫീസ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. നഫീസയുടെ വീട്ടിൽ വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ പാമ്പിനെ കണ്ടെത്താനായില്ലെങ്കിലും വീടിനകത്ത് ധാരാളം മാളങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി. ഇവരെയും ശംഖുവരയൻ തന്നെയാണ് കടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. പട്ടുവത്ത് തന്നെ കാവുങ്കലിലെ നമ്പ്യാൻ നാരായണി എന്ന വയോധികയ്ക്കും ശംഖുവരയന്റെ കടിയേറ്റ് പരിയാരം മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. വീടിനുള്ളിൽ വെച്ചാണ് ഇവർക്കും കടിയേറ്റത്. ഇടുക്കി തൊടുപുഴയിൽ പുരയിടം വൃത്തിയാക്കുന്നതിനിടെയാണ് 68 വയസ്സുകാരിയായ വിശാലാക്ഷിക്ക് പാമ്പ് കടിയേറ്റത്. തനിയെ താമസിച്ചിരുന്ന ഇവർ കടിയേറ്റ് ഉടൻ തന്നെ അയൽവീട്ടിലെത്തി വിവരം പറഞ്ഞുവെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കാട് പിടിച്ച് കിടക്കുന്ന പുരയിടങ്ങളും പഴയ വീടുകളിലെ വിള്ളലുകളുമാണ് ഇത്തരം അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് പാമ്പുകടിയേറ്റാൽ കൃത്യസമയത്ത് വിവരം നൽകാൻ സാധിക്കാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ 4 പ്രമുഖ വിഷപ്പാമ്പുകളിൽ ഒന്നായ ശംഖുവരയൻ അതിന്റെ സ്വഭാവം കൊണ്ടും വിഷത്തിന്റെ തീവ്രത കൊണ്ടും ഏറ്റവും അപകടകാരിയാണ്. രാത്രികാലങ്ങളിൽ വീടിനുള്ളിൽ കടന്നുകൂടി ഉറങ്ങിക്കിടക്കുന്നവരെ ദംശിക്കുന്ന രീതിയാണ് ഇതിനെ കൂടുതൽ ഭയപ്പെടുത്തുന്നതാക്കുന്നത്. ശംഖുവരയന്റെ കടിയേറ്റാൽ പലപ്പോഴും നമുക്ക് വേദന അനുഭവപ്പെടാറില്ല. കൊതുക് കടിച്ചതുപോലെയോ അല്ലെങ്കിൽ നിസ്സാരമായൊരു സ്പർശനമായോ മാത്രമേ ഉറക്കത്തിൽ ഇതിനെ തിരിച്ചറിയാൻ സാധിക്കൂ. അതാണ് ഈ പാമ്പിനെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കാൻ കാരണം. ശംഖുവരയന്റെ വിഷം നാഡീ വ്യവസ്ഥയെയാണ് ബാധിക്കുന്നത്. കടിയേറ്റാൽ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ വൈകുമെങ്കിലും ഒരിക്കൽ ലക്ഷണങ്ങൾ തുടങ്ങിയാൽ ശ്വാസതടസ്സവും പക്ഷാഘാതവും സംഭവിച്ച് മരണം അതിവേഗം സംഭവിക്കാം. കണ്ണൂരിലും ഇടുക്കിയിലും ഉണ്ടായ മരണങ്ങൾ ഇതിന് ഉദാഹരണമാണ്. വേനൽക്കാലത്ത് പാമ്പുകൾ വീടിനുള്ളിൽ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീടിന്റെ പരിസരത്തെ മാളങ്ങൾ അടയ്ക്കുന്നതും തറയിലെ വിള്ളലുകൾ സിമന്റിട്ട് ഉറപ്പിക്കുന്നതും രാത്രിയിൽ ഉറങ്ങുമ്പോൾ കൊതുകുവല ഉപയോഗിക്കുന്നതും ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. കുറ്റ്യാടിയിലെയും മറ്റു ഭാഗങ്ങളിലെയും വാർത്തകൾ നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് കരുതലാണ് ഏറ്റവും വലിയ മരുന്ന് എന്നാണ്.